എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന പൗലോസിനോട് പറയുന്നുണ്ട്, അങ്ങ് പാലയിൽ നിന്ന് എൻ്റെ കൂടെ വന്നത് എൻ്റെ അച്ഛനും ഇവിടെയുള്ളത് എൻ്റെ പപ്പയും ആണ് എന്ന്. അന്നേരം പൗലോസ് ചോദിക്കും, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അത് അച്ഛനും ഇത് പപ്പയും അങ്ങനെ പറഞ്ഞ് ശരിയാകിയല്ലോ എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൗലോസ് ഏട്ടൻ പപ്പയോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് പറയും. അന്നേക്കും അയ്യോ വേണ്ടായേ, എനിക്കൊരു പരാതിയില്ല, ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞ് പൗലോസ് അടുക്കളയിലെ പണിയൊക്കെ എടുക്കാൻ പോകുന്നു. ഇടയ്ക്ക് അലീന ഇങ്ങനെ ഓട്ടോ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അലീന ചിരിച്ചുകൊണ്ടിങ്ങനെ ഇറങ്ങിപ്പോരും. അലീന ഇറങ്ങി പോന്നു കഴിയുമ്പോഴും പൗലോസ് ഇങ്ങനെ ആലോചിക്കുക, അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരച്ഛൻ പാലായിലുണ്ട്, പിന്നെ ഒരു പപ്പ ഇവിടെ ഉണ്ട്, അതങ്ങ് ശരിയാകുകയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന അലീന നേരെ സ്റ്റാൻലിയുടെ റൂമിലോട്ടാണ് വരുന്നത്. അവിടെ വന്ന് ആ വാതിൽ തുറന്നു നോക്കുമ്പം കാണുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലിയാണ്. അന്നേരം എന്തോ പോലെ പെട്ടെന്ന് മുഖമൊക്കെ അങ്ങ് മങ്ങിപ്പോവും അലീനയുടെ. പെട്ടെന്ന് ആ റൂമിൽ നിന്ന് അങ്ങ് പോവുക. ഇത് അലീന കണ്ടു എന്നറിയുന്ന സ്റ്റാൻലിക്കും ആകെ വിഷമം. ആദ്യമായിട്ട് മകൾ റൂമിലേക്ക് വന്നപ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന പപ്പയല്ലേ കണ്ടേ, അതിൻ്റെ ഒരു വിഷമം സ്റ്റാൻലിക്ക്. അലീന കണ്ടു എന്നറിഞ്ഞപ്പം ഇത്തിരി ചമ്മലോടെ ആണെങ്കിലും അലീന വാ കയറി വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്റ്റാൻലി. പക്ഷേ അലീന നിന്നില്ല, അലീന ഇങ്ങോട്ട് പോന്നു. അപ്പോഴത്തേക്കും സ്റ്റാൻലി പെട്ടെന്ന് റൂമിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ആൻ്റപ്പൻ എന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ്. അത് ഈ ആൻ്റപ്പനോട് വരും. അന്നേരം ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ഈ റൂമിലേക്ക് അലീനെ ആരാ പറഞ്ഞു വിട്ടത് എന്ന്. അന്നേരം അയ്യോ ഞാനല്ല, ആ കുട്ടി ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ, ആ കുട്ടി എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ മദ്യപിക്കുന്നത് കണ്ടു, അത് കാണരുതായിരുന്നു, ആകെ മോശമായി പോയില്ലേ, ആ കുട്ടി എന്നെപ്പറ്റി എന്ത് വിചാരിച്ച് കാണും, ഞാൻ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒന്നും ആ കുട്ടി അറിയാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, അത് ആ കുട്ടിയെ എപ്പോഴാണെങ്കിലും അറിയേലേ, അറിയാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം സ്റ്റാൻലി പറയുവാണ്, ആ കുട്ടി അറിയരുത്, അതിനെന്താ മാർഗം എന്ന്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ആ കുട്ടിയോട് മുറിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ പോരെ എന്ന്. അന്നേരം സ്റ്റാൻലി ചോദിക്കും, അതെങ്ങനെ ശരിയാകുന്നത്, എനിക്ക് അലീനയോട് സംസാരിക്കണ്ടേ, അവളോട് അടുത്ത് ഇടപഴകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതിന് സാബ ആ റൂമിലേക്ക്, ആ കുട്ടിയുടെ റൂമിലേക്ക് ചെന്നാൽ മതി എന്ന്. അല്ലെങ്കിൽ വേറൊരു മാർഗം കൂടിയുണ്ട്, സാബിൻ്റെ റൂമിലേക്ക് വരുന്നതിന് സമയം വെച്ചാൽ മതി, ആ സമയത്ത് സാബ് കഴിക്കാതിരുന്നാലും മതിയല്ലോ, പെഗ്ഗടിക്കാതിരുന്നാലും മതിയല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം അങ്ങനെ എന്തെങ്കിലും കാര്യം നോക്കണം, അങ്ങനെ ആരുടെയും മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയില്ല, ഒരിക്കൽ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം സാബ് ആരുടെയും മുമ്പിൽ തോക്കരുത് എന്നൊക്കെ ആൻ്റപ്പൻ പറയുന്നുണ്ട്. ഏതായാലും ഇതിന് ശേഷം സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിലേക്കാണ് വരുന്നത്. അലീന റൂമിൽ വന്ന് ഒന്ന് വട്ടം കറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തൊന്ന് കബോർഡിലേക്ക് വെച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സ്റ്റാൻലി വരുന്നത്. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും, എന്താ ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്ന്. അന്നേരം അലീന പറയും, അവിടെ കള്ളു കുടിക്കുമല്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കള്ളോ എന്ന് ചോദിക്കുമ്പോൾ മദ്യപിക്കുമല്ലായിരുന്നോ, പിന്നെ അതിൻ്റെ കൂടെ ബീഡിയും വലിച്ചു എന്ന് പറയുമ്പം ബീഡിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്താണെങ്കിലും എല്ലാത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പുക തന്നെയല്ലേ, അത് കണ്ടുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ശീലമാണ് എന്ന്. അന്നേരം അലീന പറയും, ഈ രണ്ട് ശീലങ്ങളും ദോഷമാണ് എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത് എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ കൂടിയതാണ് ഈ മദ്യപാനം, തൊട്ടടുത്ത് തന്നെ സിഗരറ്റ് വലിക്കാനും തുടങ്ങി, പുകവലിയും തുടങ്ങി, അത് എൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല, അത്രയും ഞാൻ പറഞ്ഞോളൂ എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇഷ്ടപ്പെടണ്ട, എൻ്റെ അമ്മച്ചിക്കും ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ലല്ലോ എന്നും പറയും. എന്നിട്ട് റൂമിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ബെഡ് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയും, ഈ ബെഡിൽ എവിടെ കിടക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതൊന്നുമില്ലാതെ വെറും നിലത്ത് കിടന്നിട്ടുണ്ട്, ഒരു പായിൽ മാത്രം തലേണ പോലും ഇല്ലാതെ വരെ കിടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ മോള് ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അലീന പറയും, അതൊന്നും സാരമില്ല എന്ന്. എന്നിട്ട് അലീന അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, തലേണയില്ലെങ്കിലും പായില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവിടെ പിടിച്ചു നിൽക്കും, പക്ഷേ സ്നേഹമില്ലെങ്കിൽ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് നേരാണ് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ സ്റ്റാൻലി പറയുക, സ്റ്റാൻലി സ്നേഹിക്കുന്നത് ആ വീട്ടിലെ പട്ടികളാണ്, അവർ ഇഷ്ടം പോലെ സ്നേഹം തരുന്നതുകൊണ്ടാണ് സ്റ്റാൻലി പിടിച്ചു നിന്നത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ചിലരങ്ങനെയാണ്, ഇഷ്ടം കൊടുത്താലും അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കില്ല, അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, അത് തിരിച്ചറിയണമെങ്കിലും ഒരു കഴിവ് വേണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഏതായാലും സ്റ്റാൻലി പറയുന്നു, എന്നാൽ മോളിനി റെസ്റ്റ് എടുത്തു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൻ്റപ്പനോട് പറയണം, എന്തുണ്ടെങ്കിലും ആൻ്റപ്പൻ സാധിച്ചു തരും എന്നൊക്കെ പറയുന്നു. അന്നേരം എനിക്കൊന്നും വേണമെന്നില്ല എന്ന് അലീന പറയും. സ്റ്റാൻലി ആ റൂമിൽ നിന്ന് അങ്ങ് പോരുവേ.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തി ബബിതേനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ബബിത സ്റ്റെയറിൽ ചാരിയിരുന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടമ്മേ എന്ന് പറയുമ്പം നീ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കും കൃഷ്ണമോൾ എന്തേ എന്ന്. അന്നേരം എന്നെ വിളിച്ച പോലെ തന്നെ അങ്ങ് അവളെ വിളിച്ചാൽ പോരെ, അവളെ ഇറങ്ങി വരും എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ അത് കേട്ടുകൊണ്ട് ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. അന്നത്തേക്കും വൈജയന്തി രണ്ട് മക്കളോടായിട്ട് ചോദിക്കുവാണ്, നിങ്ങളുടെ അച്ഛൻ എന്തേ ഇതുവരെ തിരിച്ചു വരാത്തത്? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കുളത്തുപുഴ വരെ 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആ സ്ഥിതിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞതല്ലേ, കൂടിപ്പോയാൽ 6-7 മണിക്കൂർ പോരെ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ ചോദിക്കും അങ്ങോട്ട് മാത്രം പോയാൽ മതിയോ, ഇങ്ങോട്ട് തിരിച്ചു വരുവാൻ വേണ്ടേ എന്ന്. അന്നേരം വൈജയന്തി ഒരു കണക്കെടുത്തങ്ങ് ഇടുക കേട്ടോ. അങ്ങോട്ട് പോകാൻ ഒരു 3 മണിക്കൂർ, ഇവിടുന്ന് 9 മണിക്ക് പോയതുകൊണ്ട് ഏകദേശം ഒരു 12-12:30 ആകുമ്പോൾ അങ്ങ് ചെന്ന് കാണും. പിന്നെ അവളുടെ ഗുണവധികാരമൊക്കെ അവിടെ പറഞ്ഞ് കേൾപ്പിച്ച് ആ മുതലാളിയുടെ അടുത്ത് അവളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകണമെങ്കിൽ 1 മണിക്കൂർ, ഏകദേശം ഒരു 2 മണിക്ക് തിരിച്ച് പോന്നു കാണും. അങ്ങനെയാണെങ്കിലും ഒരു 3-4 മണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് എത്താലോ, 6-6:30 മണിയാകുമ്പോൾ ഇങ്ങെത്താം. ഇപ്പോൾ സമയം എത്രയായി? 8:30ആയി. എന്നിട്ട് എന്തേ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ എത്താത്തത്? എവിടെയാണ് നിൻ്റെയൊക്കെ അച്ഛൻ എന്നിങ്ങനെ ഭയങ്കര പുച്ഛത്തോട് ചോദിക്കുവാണേ. അന്നേരം ബബിത ചോദിക്കും അമ്മ പറയുന്ന രീതിയിലാണോ കേരളത്തിലെ റോഡുകളിൽ കൂടെ വണ്ടി ഓടുന്നത്? അമ്മ പറയുന്ന സ്പീഡിലും അമ്മ പറയുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പം ഓ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വിളിച്ച് നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് അറിയാലോ എന്ന് പറയും. അന്നേരം ബബിത ചോദിക്കും ഞാൻ എന്തിനാണ് വിളിക്കുന്നത്? അമ്മയ്ക്ക് വിളിക്കാൻ വരെ, അമ്മ വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചാൽ ശരിയാകിയല്ല എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് വിളിക്കാനേ പേടിയാ, അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആരാ എന്താ എന്നൊക്കെ ചോദിക്കും. പിന്നെ വൈജയന്തിയാണ് എന്ന് അമ്മയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത്ര നാളും എവിടെയാണ് എന്ന് ആയിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. അതിനൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറയുമ്പോൾ നീ ഒന്നും കൂടുതൽ സംസാരിക്കണ്ട, വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അന്നേരം ബബിത ഫോൺ എടുത്ത് വിളിക്കുവാണ്. അങ്ങ് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങുന്നത് സ്പീക്കറിലിട്, എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുക എന്നൊക്കെ പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് ഈ ഫോൺ കയ്യിലോട്ട് പിടിച്ചോ, അന്നേരം നന്നായിട്ട് കേൾക്കാമല്ലോ എന്ന്. സ്പീക്കറിലിട്ട് കയ്യിലോട്ട് കൊടുക്കും. ഏതായാലും ബാലേന്ദ്രൻ ഹലോ മോളെ എന്ന് അപ്പുറത്ത് പറയുമ്പോഴേ അറിയാതെ ഹലോ എന്ന് വെക്കുവാണ് ഇവിടുന്ന് വൈജയന്തി. അന്നേരം ഇതേത് മോള എന്നിങ്ങനെ ചോദിക്കും ബാലേന്ദ്രൻ. അന്നേരം പെട്ടെന്നിങ്ങനെ ഒരു ടെൻഷനോടെ ബബിതയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കും. എന്നിട്ട് വൈജയന്തിയാണ് പറയരുതെന്ന് പറയുവാണ്. പക്ഷേ ബബിത പറയും അതേ അച്ഛനോട് ഇപ്പോൾ സംസാരിച്ചത് അമ്മയാണ്, അമ്മ ഞങ്ങളോട് പറഞ്ഞു അച്ഛനെ ഫോൺ വിളിക്കാൻ, എന്നിട്ടത് സ്പീക്കറിൽ ഇടണമെന്നും അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ഫോൺ കൈ പിടിച്ചേക്കുമായിരുന്നു. അച്ഛൻ ഹലോ വെച്ചപ്പം അറിയാതെ അമ്മ ഹലോ വെച്ച് പോയതാണ് എന്ന് പറയും. അപ്പുറത്ത് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല. അത് കഴിഞ്ഞ് ബബിത ചോദിക്കും അച്ഛൻ എന്താ വരാത്തെ, ഇത്ര സമയമായിട്ടും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം മോളെ ഞാനൊരു ഹോട്ടൽ റൂമിലാണ്, എനിക്ക് തീരെ വയ്യ, ആകെ ടയേർഡായി, അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെയേ വരുവുള്ളൂ എന്ന് പറയും. അന്നേരം അച്ഛൻ ഇന്ന് അവിടെ കിടക്കാനാണോ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. അന്നേരം എങ്കിൽ ശരി അച്ഛാ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ അലീന ചേച്ചിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നാളെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അന്നേരം അങ്ങ് ദേഷ്യം വരുന്നു വൈജയന്തിക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞിട്ട് വെച്ചത്, അലീന എന്തി എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടു മോളെ എന്നൊരു വാക്ക് പറയത്തില്ലേ, ഇതിപ്പോൾ അതൊന്നുമല്ല, മിക്കവാറും ഹോട്ടൽ റൂമിൽ അവളും കാണും, ഭയങ്കര ക്ഷീണമാണല്ലോ, എനിക്കിതൊക്കെ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണ്. അന്നേരം ഇത് കേൾക്കുന്ന കൃഷ്ണമോൾക്ക് അങ്ങ് ദേഷ്യം വരുവേ. കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നന്നായിട്ട് അറിയത്തില്ലാത്തത് അമ്മയാണ് എന്ന്. അന്നേരം എന്നതാടി എന്നെപ്പറ്റി അറിയാൻ മേലാത്തത് എന്നിങ്ങനെ ഇത്തിരി ദേഷ്യത്തോട് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ആർക്കറിയാം, ഓരോരുത്തരുടെ മനസ്സ് തുറന്നു നോക്കാൻ പറ്റുമോ, എന്തൊക്കെ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാനാ, ഇതൊന്നും മണ്ണൊന്നും അല്ലല്ലോ കുഴിച്ചു നോക്കാൻ എന്നൂടെ പറയുന്നു. അത് കേൾക്കുമ്പം വൈജയന്തിക്ക് ഒരു ടെൻഷൻ കേട്ടോ, ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണേ. പോയി കഴിയുമ്പം കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട് ഇത് സഹിക്കാൻ കുറച്ച് കഷ്ടപ്പാടാട്ടോ, ദേഷ്യം വരുവാണ് എന്ന് പറയുമ്പം വേറെ നിവൃത്തിയില്ല സഹിക്കാതെ എന്നും പറയുന്നുണ്ട് ബബിതയെ. രണ്ടുപേരും ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ കാണിക്കുന്നതും സ്റ്റാൻലിയുടെ വീടാണ്. അവിടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചേക്കുന്നു. ഫോർക്കും കത്തിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാണ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കുന്നത്. ഏതായാലും എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് പൗലോസ് ആൻ്റപ്പനോട് ചോദിക്കും ആ പെണ്ണിനെ വിളിക്കണ്ടേ എന്ന്. അന്നേരം അറിയത്തില്ലല്ലോ, ഇനിയിപ്പം സാബ് കഴിച്ചിട്ട് പോയിട്ടാണോ കഴിക്കുന്നത്, സാബിൻ്റെ കൂടെ വിളിച്ചിരുത്തണോ എന്നൊന്നും അറിയത്തില്ലോ. ഏതായാലും കേണൽ സാർ വരട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ട് സ്റ്റാൻലി വരും. സ്റ്റാൻലി അവിടെ ഇരുന്നതിന് ശേഷം ചോദിക്കും അലീനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ എന്ന്. അന്നേരം സാബിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ദേഷ്യം വരും. അതെന്താ താൻ അങ്ങനെ ചിന്തിച്ചത്, എൻ്റെ മകൾ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ തൻ്റെ കൂടെയാണോ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്, അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നുകൂടി ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും യൂസ്ലെസ്, അതൊരു പെങ്കൊച്ചാണ് എന്ന് തനിക്കറിയത്തില്ലേ, അവൾ ഈ രാത്രി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമോ, ഇല്ലല്ലോ, ഈ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതും ഞാൻ തന്നെ പറഞ്ഞു തന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ പോയി വിളിക്കാം എന്ന് പറഞ്ഞാൽ ആൻ്റപ്പൻ വിളിക്കാൻ
കളിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ വിറച്ച് ഇരിക്കുവാണ് സ്റ്റാൻലി. യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുത്തോണ്ടിരിപ്പുണ്ട്. എന്തായാലും ആൻ്റപ്പൻ മുകളിലോട്ട് കയറി ചെന്നിട്ട് അലീനയെ ഭക്ഷണം കളിക്കാൻ വിളിക്കും. അന്നേരം അലീന ചോദിക്കും, ചേട്ടാ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മതിയോ, ഇനി ഇതിനും എന്തെങ്കിലും ഡ്രസ് കോഡ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയും ഡ്രസ്സിന് കോഡൊന്നുമില്ല, പക്ഷേ ചില രീതികളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കാൻ പാടില്ല, അതുപോലെ പാത്രത്തിൽ സ്പൂണൊന്നും വെച്ച് കഴിക്കുന്ന സൗണ്ട് കേൾക്കരുത്, ഉരയ്ക്കുന്ന സൗണ്ടൊന്നും കേൾക്കരുത്, ചവയ്ക്കുന്ന ശബ്ദം കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും ഓരോ രീതികളുണ്ടോ ചിട്ടകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, ഈ പയ്യെ ശീലമായിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി വന്നു. അലീനെ കാണുന്നത് ഇരിക്കുക എന്ന് പറയും. അലീന ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അന്നേരം പെട്ടെന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് പാത്രത്തിലോട്ട് വെച്ചിട്ട് ആ നൈഫും ഫോർക്കും ഒക്കെ വെച്ച് കണ്ടിച്ചെടുത്ത് കഴിക്കുവാണ് സ്റ്റാൻലി. അലീനയ്ക്കത് പറ്റുന്നില്ലേ. അലീന ആ ഫോർക്ക് വെച്ച് ചിക്കൻ്റെ പീസുകൾ കുറേ പ്രാവശ്യം കുത്തും, പക്ഷെ കിട്ടത്തില്ല കേട്ടോ. അന്നേരം അത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച് കുത്ത് എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല അലീനയ്ക്ക്. അത് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിയുമ്പം അലീന എന്ത് ചെയ്യും, ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കും. കുറച്ച് ചോറെടുത്ത് ആ സ്പൂൺ കൊണ്ട് പാത്രത്തിലിടുന്നു, കറി ഒഴിക്കുന്നു. അത് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഇതൊന്ന് ഇളക്കണമല്ലോ. അന്നേരം പാത്രത്തെ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലാസ് പ്ലേറ്റ് ആണ്, അപ്പം സൗണ്ട് കേൾക്കും. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സ്റ്റാൻലിക്ക്. 2 പ്രാവശ്യം അലീനയെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെന്തിനാണ് ഇത്രയും ശബ്ദം കേൾപ്പിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം അലീന ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുവാണ്, എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നോർത്ത്. അത് കഴിഞ്ഞ് ഓർക്കും ഏതായാലും ഒരു ചിക്കൻ പീസ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് അത് കഴിക്കാമെന്ന്. വീണ്ടും ആ ഫോർക്ക് എടുത്ത് അത് കുത്താൻ തുടങ്ങുകയാണ്. വലത്തെ കൈ കൊണ്ട് കുത്തുമ്പം പറയും അങ്ങനെയല്ല, ഇടത്തെ കൈ തന്നെ ഫോർക്ക് പിടിക്കണം എന്ന്. അലീന ഇടത്തെ കൈ ഫോർക്ക് വെച്ച് കുത്തുമ്പം അത് തെന്നിപ്പോവും. ഒരു ചിക്കൻ പീസ് സ്റ്റാൻലിയുടെ പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ തെന്നി വീഴുവാണ്. അന്നേരത്തേക്കും അവിടെ നിന്ന് ആൻ്റപ്പനും പൗലോസോട് ചിരിക്കും. അന്നേരം സ്റ്റാൻലി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചിരിക്കുന്നത്, ആ കുട്ടിക്ക് പരിചയമില്ലാത്തത് കൊണ്ടല്ലേ, ചിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അലീന തെറിച്ച് പോയ ചിക്കൻ പീസ് അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങുമ്പോൾ അത് എടുക്കരുതെന്ന് പറയും. അന്നേരം അയ്യോ അത് കളയണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പം അത് ടേബിൾ മാനേഴ്സ് അല്ല, അത് കഴിക്കണ്ട, വേറെ എടുക്കുക എന്ന് പറയുവാണ്. പക്ഷേ അലീനയ്ക്ക് ആ ചിക്കൻ പീസ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അലീന പെട്ടെന്ന് അത് കൈകൊണ്ടെടുത്ത് കഴിക്കാൻ തുടങ്ങും. അന്നേരം സ്റ്റാൻലി ചോദിക്കും അതെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്തിനാണ് എടുത്തത് ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഇത്തിരി വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ഈ മാതിരി ചിട്ടയും കാര്യങ്ങളൊക്കെ കാരണം അലീന സഹി കേട്ടു. റൂമിൽ വന്നതിന് ശേഷം ഭയങ്കര വിഷമമാട്ടോ, ഒറ്റപ്പെട്ടു പോയാലോ തോന്നുമല്ലേ. അതൊക്കെ മനുവിനെ വിളിച്ച് പറഞ്ഞ് സങ്കടപ്പെടുമ്പം മനു പറയുന്നുണ്ട്, നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോ, ഞാനുണ്ട്, വേറെ ആരും കൂട്ടില്ലെങ്കിലും നിനക്ക് ഞാൻ കൂട്ട് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്കൊരു ആശ്വാസം അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ കാണിക്കുന്നുണ്ട് കമല ഭയങ്കര ദേഷ്യത്തോടെ പറയുവാണ്, എൻ്റെ ഹരിമോനെ ഒന്ന് ട്രൈ ചെയ്തു അലീന, അവൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവനെ പീഡന കേസിൽ അവൾ പെടുത്താൻ നോക്കിയതെന്നൊക്കെ പറയുന്നു. പിന്നെ അലീനെ കുറേ ചീത്ത പറയുമ്പോൾ മനു അവിടെ നിൽപ്പുണ്ട്. മനുവിന് നല്ല ദേഷ്യം വന്നിട്ട് മനു കമലയുടെ അടുത്തോട്ട് അങ്ങ് ചെല്ലുവാണേ. അന്നേരം കമലയ്ക്ക് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു ഗംഗാധരനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗംഗാധരനോട് പറയുന്നുണ്ട് അവൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ കാണണം എന്നെനിക്കുണ്ടായിരുന്നു, പക്ഷേ അവൾ പോകുന്നത് മനുവിന് ഭയങ്കര വിഷമമായതുകൊണ്ട് മനു മനഃപൂർവ്വം മാറി നിന്നാണ് എന്നുള്ള രീതിയിലാണ് മനു സംസാരിക്കുന്നത്. അതിനുശേഷം ഭയങ്കര വിഷമിച്ചിരിക്കുന്ന മനുവിനെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.